അങ്ങ് മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു വെള്ളച്ചാട്ടം, വെള്ളാരിമേട്. അപകടം പതിയിരിക്കുന്ന കാരണം വെള്ളച്ചാട്ടത്തിനടുത്തേക്കൊന്നും പോയില്ല. വെള്ളാരിമേട് വ്യൂ പോയിന്റിൽ നിന്ന് അങ്ങ് ദൂരെയുള്ള ആ വെള്ളച്ചാട്ടം കാണണം. കാടും മലയും കോടമഞ്ഞും ഇവിടെ നിന്നാലാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നന്നായി ആസ്വദിക്കാൻ കഴിയുക. വെള്ളാരിമേട് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന വഴി മനോഹരമായ കുറേ നല്ല കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളാരിമേട് വെള്ളച്ചാട്ടത്തിൻ്റെയും വ്യൂ പോയിൻറ്റിൻ്റെയും എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലിങ്ക് കൊടുക്കാം. വെള്ളാരിമേട്ടിലേക്ക് വരുന്ന വഴിയിലായി 1-2 സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടേക്കാണ് ഇനി പോകുന്നത്. ഇന്ന് രാവിലെ മുതൽ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. നല്ലൊരു മഴ പെയ്താൽ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പോകുന്ന വഴിയിലുള്ള മനോഹരമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു വൈറൽ ലൊക്കേഷൻ കൂടിയാണത്. കുറച്ച് ഉയരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമായ കാരണം പോകുന്ന എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കും. പഴയ ഒരു കളമാണിത്. കളം എന്ന് വെച്ചാൽ നെല്ല് സൂക്ഷിക്കുന്ന സ്ഥലം. നെല്ലറകളുടെ നാടായ പാലക്കാട് ജില്ലയിൽ ഇതുപോലുള്ള കളങ്ങൾ ഒരുപാട് കാണാൻ കഴിയും. ഈ കയറ്റം ഒന്ന് കയറിക്കഴിഞ്ഞാൽ കളം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഒരു വ്യൂവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ചെറിയൊരു കുന്നിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഓലമേഞ്ഞൊരു കളവും അതിന് പുറകിലായി മഞ്ഞു മൂടിയ മലനിരകളും. ഇവിടെ നിൽക്കുമ്പോഴും അങ്ങ് ദൂരെയായി വെള്ളാരിമേട് വെള്ളച്ചാട്ടം കാണാൻ കഴിയുന്നുണ്ട്. കുന്നിന് താഴെയായി മുഴുവൻ നെൽപ്പാടങ്ങളാണ്. ഇതുപോലെ നെൽപ്പാടങ്ങൾക്കരികിലായാണ് കളങ്ങൾ എപ്പോഴും കാണാൻ കഴിയുക. ഇപ്പോഴും ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. എപ്പോൾ വേണേലും നല്ലൊരു മഴ പ്രതീക്ഷിക്കാം. വെള്ളാരിമേട് കാണാനായി വരുന്ന മിക്ക ആളുകളും ഇവിടെ നിർത്തി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്താണ് മുന്നോട്ട് പോകാറ്. ഇനി തിരിച്ചു പോവാം. പോകുന്ന വഴിയിലെ ഒരു സ്ഥലത്തുകൂടി നിർത്താനുണ്ട്. നല്ല മഴ വരുന്നതിന് മുമ്പ് അവിടെ എത്താൻ ശ്രമിക്കണം. പഴമയുടെ ഭംഗി അടുത്തറിയാൻ പറ്റിയൊരു സ്ഥലമാണ് കൊല്ലങ്കോട്. ആ കാഴ്ചകൾ തേടിയാണ് പലരും കൊല്ലങ്കോട്ടിലേക്ക് വരുന്നത്. പോകുന്ന വഴിയിലുള്ള 2ാമത്തെ ഡെസ്റ്റിനേഷനിലെത്തി. പക്ഷെ നല്ല മഴയാണ്. കുറേ സമയം പാട്ടും കേട്ട് വണ്ടിയുടെ അകത്തിരുന്നെങ്കിലും മഴ കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എന്തായാലും മഴയെ തങ്ങി ഇറങ്ങാൻ തീരുമാനിച്ചു. കുറേ നല്ല മഴയുടെ വിഷ്വൽസാണ് ഇനി കിട്ടാൻ പോകുന്നത്. ഇപ്പം നിൽക്കുന്നത് പൈലൂർ ഭാഗത്തുള്ള പുഴയുടെ കുറുകെ നിർമ്മിച്ച പാലത്തിനടുത്താണ്. വെള്ളാരിമേട് പോകുന്ന വഴിക്കുള്ള മറ്റൊരു മനോഹരമായ ലൊക്കേഷൻ. നല്ല മഴയും കാറ്റും മനോഹരമായ കുറേ നല്ല കാഴ്ചകളും. നല്ല മഴ പെയ്യുന്ന കാരണം പുഴയിലൂടെ വെള്ളം നിറഞ്ഞൊഴുകുകയാണ്. ആദ്യം കുറച്ച് മടിയായിരുന്നു മഴയത്തിറങ്ങാൻ. കയ്യിലൊരു കുടയുണ്ടായാലും നല്ല കാറ്റ് കാരണം മൊത്തം നനഞ്ഞു. ഇനി എന്തായാലും മഴയും കൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ മതിയാവോളം ആസ്വദിച്ച് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നുള്ളൂ. തൊട്ടപ്പുറത്തായി മറ്റൊരു പാലം കൂടി കാണുന്നുണ്ട്. പാലം എത്തുന്നതിന് മുമ്പായി മുഴുവൻ നെൽപ്പാടങ്ങളാണ്. മഴയത്ത് കുളിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങളുടെ ഭംഗിയും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴും അങ്ങ് ദൂരെയായി വെള്ളാരിമേട് വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. മഴയത്ത് നല്ലൊരു ഡ്രൈവ് കൂടിയാണ് ഇതുവഴിയുള്ള യാത്ര. കഴിഞ്ഞ വെള്ളാരിമേട് വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്, ഈ ഭാഗത്തെല്ലാം എവിടെ കൊണ്ട് ക്യാമറ വെച്ചാലും നല്ല വിഷ്വൽസാണ് കിട്ടുക. ഏകദേശം ഒരു 1-1.5 മണിക്കൂർ ഇവിടെ സമയം ചിലവഴിച്ചു. ഇപ്പോഴും മഴ കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എന്തായാലും ഇവിടെ നിന്ന് ഇനി യാത്ര തിരിക്കാം. നല്ലൊരു സ്ഥലത്ത് പോയി ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിക്കണം. ഞാൻ നേരെ പോകുന്നത് ഇവിടെ പ്രശസ്തമായ അയ്യപ്പൻ ചേട്ടൻ്റെ ഹോംലി മീൽസ് കഴിക്കാനായാണ്. കുറച്ച് ദൂരം പോകാനുണ്ട്. പോകുന്ന വഴിക്ക് കൊല്ലങ്കോട് പൊള്ളാച്ചി ഹൈവേയിലായി കുടിലിടം കാണാൻ കഴിയും. പാടങ്ങൾക്കിടയിലായി കെട്ടിയിരിക്കുന്ന ചെറിയ കുടിലുകളാണ് ഇവിടെ കാണാൻ കഴിയുക. വർഷങ്ങൾക്ക് മുമ്പ് കർഷകർക്ക് വിശ്രമിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ചെറിയ കുടിലുകൾ പാടങ്ങൾക്കിടയിൽ കാണാൻ കഴിഞ്ഞിരുന്നത്. ഇന്ന് കൊല്ലങ്കോട്ട് ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിരിക്കുകയാണ് ഈ കുടിലിടം. ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ ഇവിടെ കൂടി ഒന്ന് കയറണം. ടിക്കറ്റ് എടുത്ത് അകത്തെല്ലാം പോയി നടന്നു കാണാൻ കഴിയും. ഏകദേശം 6 കിലോമീറ്ററാണ് നമ്മൾ നിർത്തിയ പുഴപ്പാലത്തിൻ്റെ അടുത്ത് നിന്ന് കുടിലിടത്തിലേക്കുള്ളത്. കുടിലിടത്തിൽ നിന്ന്
4 കിലോമീറ്റർ ഉണ്ട് അയ്യപ്പൻ ചേട്ടൻ്റെ കടയിലേക്ക്. ലൊക്കേഷൻ ലിങ്കുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല തിരക്കുള്ള സമയത്ത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇന്ന് ചൊവ്വാഴ്ചയായ കാരണം വലിയ കുഴപ്പമില്ല. നല്ല വിശപ്പുള്ള കാരണം നേരെ അകത്ത് കയറി മീൽസ് ഓർഡർ ചെയ്തു. ചോറും സാമ്പാറും കൂട്ടുകറിയും തോരനെല്ലാമായി നല്ലൊരു ഫുഡ്. ഇത് കൂടാതെ എക്സ്ട്രാ ഞാനൊരു ചിക്കൻ ഫ്രൈ ആണ് ഓർഡർ ചെയ്തത്. പറയാൻ വിട്ടുപോയി, പായസവും ഉണ്ടായിരുന്നു. വെറും 100 രൂപയാണ് ഫുഡിനായത്. കൊല്ലംകോട് വന്നാൽ ഉച്ചഭക്ഷണം കഴിക്കാനായി കൂടുതൽ പേരും ഈ ഒരു സ്ഥലത്തേക്കാണ് വരുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.